കൊല്ലം ആര്യങ്കാവ് കാടമാൻപാറയിൽ ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയ കേസിൽ ഒരാൾ കസ്റ്റഡിയിലായി. തമിഴ്നാട് ചെങ്കോട്ട സ്വദേശി കണ്ണനാണ് വനംവകുപ്പിന്റെ പിടിയിലായത്. 4 പേരടങ്ങുന്ന സംഘമായിട്ടെത്തിയാണ് ഈ മരം മുറിച്ചു മാറ്റിയതെന്നാണ് പ്രതിയുടെ മൊഴി. AV ജയശങ്കർ ചേരുന്നു കൊട്ടാരക്കരയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ജയശങ്കർ, പറയൂ. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ദിവസമാണ് ഈ മരമുറിയുമായി ബന്ധപ്പെട്ട വനം വകുപ്പ് കണ്ണൻ എന്ന് പറയുന്ന തമിഴ്നാട് ചെങ്കോട്ട സ്വദേശിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാളെ തമിഴ്നാട്ടിലെത്തിയാണ് വനം വകുപ്പ് കസ്റ്റഡിയിൽ വാങ്ങിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വനം വകുപ്പ് ഈ പ്രതികളെ സംബന്ധിച്ച വിവരം ലഭിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാളെ കഴിഞ്ഞ ദിവസം വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിലാണ് 4 അംഗങ്ങളടങ്ങുന്ന സംഘമായി എത്തിയാണ് ആര്യങ്കാവിൽ നിന്ന് ഇത്തരത്തിൽ ചന്ദനമരങ്ങൾ മോഷ്ടിച്ചതെന്ന് ഇയാൾ വനം വകുപ്പിനോട് സമ്മതിക്കുന്നു. ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഇയാൾ മരംമുറി നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വനം വകുപ്പ് നിലവിൽ അന്വേഷണം നടത്തുന്നുണ്ട്. RFO സനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തമിഴ്നാട്ടിലെത്തി ഇയാളെ പിടികൂടിയത്. ഒപ്പം തന്നെ വനം വകുപ്പും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ മരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, എത്രമാത്രം മരങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള വിഷയത്തിൽ അന്വേഷണം നടത്തുകയാണ്. നിലവിൽ വനംവകുപ്പിന്റെ കണക്കനുസരിച്ച് 5ഓളം മരങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ മുറിച്ച് കടത്തപ്പെട്ടു എന്നാണ് വനം വകുപ്പിന്റെ കണക്ക്. ഇതിൽ കൂടുതൽ മരങ്ങൾ പോയിട്ടുണ്ടെന്ന കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ വനം വിജിലൻസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ വനത്തിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് വനം വിജിലൻസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും 3 പ്രതികൾ പിടിയിലാകാനുണ്ട്. ഇവരെ സംബന്ധിച്ച ഈ പിടിയിലായ കണ്ണനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വനം വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. ഈ പ്രതികളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ലഭിച്ചതായും ഇവർ നിരീക്ഷണത്തിലാണ് എന്നാണ് വനം വകുപ്പ് പറയുന്നത്. ഇവർ എത്രയും വേഗം പിടികൂടുമെന്നും പറയുന്നു. എന്തായാലും ഈ മരമുറിയുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഈ പ്രദേശത്ത് കൂടുതൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്, നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ നിരീക്ഷണ ക്യാമറകളും മറ്റും സ്ഥാപിക്കാനുള്ള ആലോചനകളും നടക്കുന്നുണ്ട്. ആദ്യ ദിവസം നിരീക്ഷണ ക്യാമറ ഉൾപ്പെടെയാണ് ഈ മരമുറിക്കാർ ഇവിടെ നിന്ന് മോഷ്ടിച്ച് കടത്തിയത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ നിരീക്ഷണം ശക്തമാക്കി ഇത്തരം സംഘങ്ങളെ നിയന്ത്രിക്കാനാണ് വനംവകുപ്പിന്റെ ഒരു തീരുമാനം. എന്തായാലും ഈ പ്രദേശത്ത് സമാനമായ കൂടുതൽ സംഘങ്ങൾ മരമുറി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ ഈ സംഘങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വനംവകുപ്പ് നടത്തുന്നുണ്ട്. എന്തായാലും ഈ മരമുറിയുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിനെ സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്തയാണ്. പ്രതികളെ കൃത്യമായി പിടികൂടാൻ വനംവകുപ്പിന് നിലവിൽ സാധിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു AV ജയശങ്കർ.